എങ്ങനെയുണ്ട് എമ്പുരാൻ ചിത്രം? എങ്ങനെയുണ്ട്? എമ്പുരാൻ നല്ല സിനിമയാണ്. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. ലൂസിഫർ വേറൊരു സെപ്പറേറ്റ് സിനിമയാണ്, വേറൊരു സിനിമയാണ്. എന്നുവെച്ചാൽ നമ്മൾ ലൂസിഫർ കണ്ടിട്ട് അതിൻ്റെ ബാക്കിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി കാണരുത്. എന്നുവെച്ചാൽ എമ്പുരാൻ വേറൊരു മോഡലിലാണ്, വേറൊരു ലെവൽ ഓഫ് ക്രിയേഷൻസിലാണ് അത് എടുത്ത് വെച്ചേക്കുന്നത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടറിന്റെ ഒരു മേക്കിംഗ് ഇത് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. പൃഥ്വിരാജിൻ്റെ ബ്രില്യൻസ് നമുക്ക് ശരിക്കും ആ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ സിനിമകളും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊരു സിനിമ വരുന്നത്, ഈ സിനിമ നമ്മുടെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമ്മളെ കേരളത്തിനെ എത്തിക്കും. ശരിക്കും മലയാള സിനിമയുടെ ഒരു വലിയൊരു പൊൻതൂവൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? അതെ അതെ, ഉറപ്പായിട്ടും സിനിമകളിൽ വെച്ച്. അതെ അതെ. ലാലേട്ടനാണെങ്കിലും എല്ലാ ആൾക്കാരും ഇപ്പോൾ പറഞ്ഞു കേട്ടു ലാലേട്ടനെ നമുക്ക് കിട്ടണില്ല എന്ന് വെച്ചാൽ ലാലേട്ടൻ ഡയലോഗ്സ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ ഒരു ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഒത്തിരി ഇതിൽ വരരുത്. എന്ന് വെച്ചാൽ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടന് ഒത്തിരി ഡയലോഗ്സ് കുറവാണെന്നൊരു അധിക്ഷേപമുണ്ട്. അതിനെക്കുറിച്ച് മീഡിയകളിലൂടെയാണ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഡയലോഗ്സുകളും അതിൻ്റേതായിട്ടുള്ള അതെല്ലാം ഡയറക്ടറാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം നമുക്കൊരു നായകനാണെങ്കിലും അതിന് ആപ്റ്റായിട്ടുള്ള ഡയലോഗ്സ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. ലാലേട്ടന് ഡയലോഗ്സ് കുറവാണ് എന്ന് വെച്ചാൽ ലാലേട്ടന് ഡയലോഗ്സ് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയൊരു സ്ക്രീനിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. രോമാഞ്ചാണോ? അതെ അതെ അതെ. ശരിക്കും നമ്മൾ ലാലേട്ടനെ കാണുമ്പം സ്ക്രീനിൽ ഫുള്ള് കാണുമ്പോഴത്തേക്കും നമുക്കൊരു രോമാഞ്ചം തന്നെയാണ്. ഇത്രയും നാൾ നമ്മൾ കണ്ട പോലെയല്ല. വെച്ചാൽ നമ്മുടെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമ്മുടെ കേരളത്തെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം ഒത്തിരി അധിക്ഷേപങ്ങൾ, അതിനോടൊപ്പം തന്നെ വർഗീയതയെക്കുറിച്ച് പുലമ്പുന്ന ഒത്തിരി മീഡിയകളിലൂടെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി ബേസാണ് സിനിമ മൂവ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഈ ഒരു ചിത്രത്തിന് വർഗീയതയ്ക്ക് മൂല്യമുണ്ടോ? വർഗീയത എന്ന് പറഞ്ഞാൽ അതൊരു സിനിമയാണ്. നമ്മൾ ആ സിനിമയുടെ ഇതിലായിട്ട് കാണുക. ഒരു സിനിമയാണ്. ആ സിനിമ ഒരു ഡയറക്ടറിൻ്റെ കഴിവാണ് ചെയ്തു വെച്ചേക്കുന്നത്. അത് നമ്മളൊരു സിനിമയായിട്ട് തന്നെ കാണുക. ഇതിനു മുമ്പ് നമുക്ക് എത്രയോ നടന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് തന്നെ എല്ലാ കാര്യങ്ങളാണെങ്കിലും അതൊരു സിനിമയായിട്ട് ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഗീയതയൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. സിനിമയ്ക്ക് മതമുണ്ടോ? ഇല്ല, സിനിമയ്ക്ക് ഒരിക്കലും മതം ഉണ്ടാവില്ലല്ലോ. ഒരു തിയേറ്ററിനകത്ത് ഒരു റൂമിനകത്ത് എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് കാണുന്ന ഒരു സിനിമയാണ്. എന്റർടൈൻമെന്റ് ആണ്. അതെ അതെ അതെ. മതമല്ല, നമ്മുടെ മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ശരിക്കും പറഞ്ഞൊരു വളർച്ച മുരടിച്ച കുറച്ച് ജന്മങ്ങളുണ്ട്. അവരുടെ ഒരു മനസ്സിൽ ഇരിപ്പാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ശരിയാണോ? അതെ അതെ അതെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ അതിനെ ഡിഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ സിനിമ കുറച്ച് ആഘോഷിക്കപ്പെടുന്നത് നമ്മൾ ആരിലേക്കും എത്തുന്നില്ല. എന്ന് വെച്ചാൽ നല്ല കുറേ ആൾക്കാരുണ്ട്. എൻ്റർടൈൻമെൻ്റ് ആണ് ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുറച്ച് സമയം, ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിലാണ്. എന്ന് വെച്ചാൽ മൂവി എന്ന് പറയുന്നൊരു ഫാൻറ്റസി വേൾഡിലാണ്. അല്ലാതെ നമ്മളിപ്പോൾ നടന്ന കാര്യങ്ങൾ അതേപടി അങ്ങ് നമ്മളിലേക്ക് തരുമല്ല ചെയ്യുന്നത്. ഈ ഒരു ചിത്രം ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി, അതിനുശേഷം 3 ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. അതിനുശേഷം ഡിഗ്രേഡിന്റെ ഒരു മൂല്യത വർദ്ധിച്ചു വന്നു. പക്ഷെ പ്രേക്ഷകർ ഇപ്പോഴും തിയേറ്ററിനകത്ത് ഹൗസ്ഫുൾ ആണെന്നാണ് പറഞ്ഞത്. ശരിയാണോ? അതെ അതെ അതെ. ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ട ഒരാളാണ്. അതിൻ്റെ അകത്ത് അർഹിക്കുന്ന സീൻസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. എല്ലാം രാഷ്ട്രീയപരമായിട്ടും എല്ലാപരമായിട്ടും ആ സിനിമ വേറൊരു ലെവലിലേക്കാണ് എത്തിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും വേൾഡ് വൈഡ് അത് എല്ലാവരും ചിന്തിക്കപ്പെടണം. എല്ലാവരും എന്താണോ ചിന്തിക്കേണ്ടത് അത് ശരിക്കും എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പൃഥ്വിരാജ് ചെയ്തേക്കുന്നത്. അല്ലാതെ കേരളത്തിന് മാത്രം വേണ്ടിയിട്ട് കേരളത്തിലെ കാര്യങ്ങൾ മാത്രം ഒരു രാഷ്ട്രീയക്കാര്യം മാത്രം എടുത്തിട്ട് ചെയ്യണമെങ്കിൽ പുള്ളിക്ക് കേരളത്തിൽ മാത്രം റിലീസ് ചെയ്താൽ മതി. ഇത് വേൾഡ് വൈഡിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളൊരു ഫസ്റ്റ് ഹാഫ് പടം ശരിക്കും പൃഥ്വിരാജ് എന്താണെന്ന് നമുക്ക് അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. സെക്കൻഡ് ഹാഫിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫാണ്. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് അതിൽ ചെയ്തു വെച്ചത്. 3-ാം ഭാഗത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണോ? അതെ അതെ അതെ. 3-ാം ഭാഗം വേറൊരു ലെവലിലേക്കായിരിക്കും. എന്ന് വെച്ചാൽ പൃഥ്വിരാജ് ഇത്രയും ചെയ്ത് വെച്ച് ഇത്ര ആൾക്കാർ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും പൃഥ്വിരാജ് എടുത്തു വയ്ക്കുന്നത്. ഈ ഒരു ചിത്രം KGF-ന്റെ ആ ഒരു ലെവൽ വന്നിട്ടുണ്ടോ? KGF-നെ വെച്ച് നമ്മളൊരിക്കലും ഒരു സിനിമയോ അല്ലെങ്കിൽ വേറൊരാൾ എടുത്തു വെച്ച സിനിമ വെച്ചിട്ട് വേറൊരു സിനിമ താരതമ്യം ചെയ്യുന്ന പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അതൊരിക്കലും അങ്ങനെ ചെയ്യാനും പാടില്ല. എന്ന് വെച്ചാൽ പൃഥ്വിരാജിൻ്റെ ആ ഒരു കഴിവ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു KGF-ഓ അല്ലെങ്കിൽ ഒരു പുഷ്പയോ
ഒരു പുഷ്പ 2 ഒന്നുമല്ല. ഇത് ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റങ്ങളുണ്ട്. അതാണ് പുള്ളി ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. ശരിക്കും തമ്പുരാൻ്റെ ഒരു എമ്പുരാനാണ് അല്ല ചിത്രം. അതെ. ശരിക്കും നല്ലൊരു സിനിമ തന്നെയാണ്. എല്ലാവരും